15-ാം വയസ്സിൽ തുടക്കം, 62-ൽ മുഖ്യമന്ത്രി. 15-ാം വയസ്സിൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനം 62-ാം വയസ്സിൽ വി ഡി സതീശന് സമ്മാനിക്കുന്നത് മുഖ്യമന്ത്രി പദം. രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ, അഭിഭാഷകൻ, ജനപ്രതിനിധി തുടങ്ങിയ നിലകളിലെ മികച്ച പ്രകടനവും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച പിന്തുണയുമാണ് സതീശൻ്റെ വളർച്ചയ്ക്ക് കുതിപ്പ് പകർന്നത്. 1964 മെയ് 31-നാണ് സതീശൻ്റെ ജനനം. നെട്ടൂർ പനങ്ങാട് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും തേവര SH കോളേജിൽ, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം, തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്നും LLBയും ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും LLMും കരസ്ഥമാക്കി. തുടർന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി. പ്രീ ഡിഗ്രി കാലത്ത് KSUവിലൂടെയാണ് വി ഡി സതീശൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ 5 തവണ യൂണിയൻ കൗൺസിലറായി. രാജഗിരിയിൽ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു. 1986-87 MG സർവകലാശാല യൂണിയൻ്റെ ആദ്യ ചെയർമാനായി. NSU സെക്രട്ടറിയായും പ്രവർത്തിച്ചു. KPCC വൈസ് പ്രസിഡന്റ്, തമിഴ്നാടിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി, AICCയുടെ 84-ാം പ്ലീനറി സമ്മേളനത്തിലെ സാമ്പത്തിക പ്രമേയ കമ്മിറ്റി അംഗം, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ സമിതി ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 2021 മെയ് 22-നാണ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ ഉന്നത സമിതി അംഗമായും പ്രവർത്തിച്ചു. കൊച്ചി റിഫൈനറി എംപ്ലോയീസ് അസോസിയേഷൻ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എംപ്ലോയീസ് യൂണിയൻ തുടങ്ങി നിരവധി ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റായിരുന്നു. 1996-ലാണ് CPIയുടെ കുത്തകയായിരുന്ന പറവൂരിൽ മത്സരിക്കാൻ കോൺഗ്രസ് സതീശനെ നിയോഗിച്ചത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ P രാജുവിനോട് 1116 വോട്ടിന് തോറ്റെങ്കിലും പറവൂരിൽ താമസിച്ച് രാഷ്ട്രീയം തുടർന്നു. 2001-ൽ സിറ്റിംഗ് MLA P രാജുവിനെ 7437 വോട്ടിന് തോൽപ്പിച്ച് ആദ്യ ജയം സ്വന്തമാക്കി. 2006-ൽ KM ദിനകരനെ 7792 വോട്ടിനും 2011-ൽ പന്ന്യൻ രവീന്ദ്രനെ 11349-നും 2016-ൽ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനെ 20634 വോട്ടിനും 2021-ൽ MD നിക്സനെ 22,000 വോട്ടിനും സതീശൻ പരാജയപ്പെടുത്തി. ഇക്കുറി 6-ാം മത്സരത്തിൽ TT ടൈസണെ 20,600 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്.